ച്ചവനെ ഇന്നലെ വാഴ കഴിഞ്ഞു പോയ ഒരു പണ്ഡിതൻ ഇന്ന് രാവിലെ നോക്കുമ്പോ മരിച്ചുപോയി. മസ്ഊദ് സഖാഫി. അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ, ലക്ഷദ്വീപിലേക്ക് വാഴന് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. വളരെ നല്ലൊരു മനുഷ്യനാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ. ഇന്ന് രാത്രി കാസർഗോഡ് ജില്ലയിൽ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന മസ്ഊദ് സഖാഫി, അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ട വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. ആരോഗ്യവാനായ ഒരാളായിരുന്നു അദ്ദേഹം. എല്ലാ ദിവസവും വാഴത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ ഓരോ ദിവസവും എന്താണ് നെക്സ്റ്റ് ഡേ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു ജീവിതമാണ് എനിക്കും നിങ്ങൾക്കും. കുറെ ടെൻഷൻ അടിക്കാനോ നമുക്ക് സമയമില്ല, അതുപോലെ കുറെ ആർമാദിക്കാനോ നമുക്ക് സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ജീവിതമൊക്കെ ഒരല്പമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ അറ്റാക്ക് എന്ന് പറയാൻ, എപ്പോഴാണ് നമ്മുടെ മരണം? ഇപ്പോ പുതിയതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ചെറുപ്പക്കാരുടെ മരണം, അകാലത്തിലുള്ള മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ മൗത്തുൽ ഫുജ്അ എന്ന് പറഞ്ഞൊരു സംഗതിയെ സംബന്ധിച്ച് വിശദമായി സഹാബത്തിനോട് പറയുകയുണ്ടായി. പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുന്ന ഒരു കാലം, അത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഓരോ ദിവസവും 30 കാർ, 20 കാർ, 18 കാർ, 40 കാർ, 50 കാർ, അല്ലെ? അങ്ങനെ ചുറുചുറുക്കോടെ നടന്നുകൊണ്ടിരുന്ന ആള് ഒരു ആരോഗ്യ പ്രശ്നവും പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്നൊരു അറ്റാക്ക് വന്നു മരിച്ചു. ഇതാണ് നിത്യവും കേൾക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെന്താണ് അല്ലാഹു അലം. ശാസ്ത്രലോകം പോലും പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ കഴിയാതെ. ഒരു വിഭാഗം പറയുന്നു കോവിഡ് വാക്സിനേഷൻ അത് വലിയ അപകടം അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ശരീരത്തിൽ. വേറൊരു വിഭാഗം പറയുന്നു അത് കുഴപ്പമില്ല, കോവിഡ് വാക്സിനേഷൻ അല്ല, ലൈഫ് സ്റ്റൈലാണ് മെയിൻ പ്രശ്നം. അങ്ങനെ ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറയാണ്. ഫൈനലി ആത്യന്തികമായ ആളുകൾ കാരണം എന്തെന്ന് അറിഞ്ഞുകൂടാണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഖിയാമത്ത് നാളിന്റെ നബി തങ്ങൾ ദർശനം ചെയ്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് തന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ജീവിതത്തിലൂടെ ഒരു കുടുംബ ജീവിതം നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം, ആ വിഷയമാണ് എന്നോട് ഇന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. കുടുംബ സംഘമായതുകൊണ്ട് ഇസ്ലാമികമായ കുടുംബ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം, അതുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂർ സമയം നമുക്ക് സംസാരിച്ച് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനത്തതുണ്ടായിട്ടുണ്ടോ? പോകാത്തവരെ മദീനയിലെത്തിക്കണം അല്ലാഹ്, കഅബാലയത്തിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ തടിച്ചുകൂടി മുഴുവൻ ആളുകളെയും അവിടെ എത്തിക്കണേ റബ്ബേ. ഒരിക്കലും ഞങ്ങൾ മരിക്കുവല്ലോ പടച്ചവനെ. ഇന്നലെ വാഴ കഴിഞ്ഞു പോയ ഒരു പണ്ഡിതൻ ഇന്ന് രാവിലെ നോക്കുമ്പോ മരിച്ചുപോയി. മസ്ഊദ് സഖാഫി. അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ, ലക്ഷദ്വീപിലേക്ക് വാഴന് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. വളരെ നല്ലൊരു മനുഷ്യനാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ. അല്ലാഹു അൻഹാ ബീവിന്റെ അടുത്തേക്കാണ് നബി തങ്ങൾ ചെല്ലുന്നത്. ഖദീജ ബീവിന്റെ അടുത്തേക്ക്. സമ്മിലൂനി, ആ പുതപ്പ് കൊണ്ട് എന്നെ മൂടുമോ ഖദീജ? ഈ വാക്കിന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയോട് തസവുഫിന്റെ അലിമീങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മോളെ ഖദീജ, ഒന്ന് പുതപ്പാകുമോ എന്നു പോലും ആ വാക്കിനെ വിശദീകരിച്ചവരുണ്ട്. സമ്മിലൂനി, ആ പുതപ്പ് കൊണ്ടൊന്ന് മൂടൂ. പേടിച്ച് സങ്കടപ്പെട്ട് നബി തങ്ങൾ വരികയാണ്. ഖദീജ റളിയല്ലാഹു തആല അവിടെ ഇരിക്കുകയും നബി തങ്ങളെ ചേർത്ത് പിടിക്കുകയും മടിയിലേക്ക് കിടത്തുകയും ഹബീബിന് ആശ്വാസത്തിന്റെ വാക്ക് പറയുകയും ഹബീബിന് ഏറ്റവും വലിയ പുതപ്പായി, ഹബീബിന് ഏറ്റവും വലിയ സ്നേഹത്തണലായി മാറുകയാണ്. നിങ്ങൾ ഒരാള് മാത്രമല്ല, അവിടെ വാക്ക് തന്നെ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ പ്രയോഗം, അതിനെ സംബന്ധിച്ചും ആ ഭാഷയുടെ ഭംഗി ഉലമാക്കൾക്കൊക്കെ അറിയാം. അതിന്റെ ഫസാഹ, അതിന്റെ സാഹിത്യ ഭംഗിയെ സംബന്ധിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. അറബ് ഭാഷ അറിയുന്നവർക്കറിയാം അതിന്റെ സാഹിത്യ ഭംഗി. ഒരാളുടെ വിഷയം മാത്രം പറഞ്ഞല്ലോ. ഒരാള് ഭർത്താവ് ഭാര്യന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് ഫുൾ ആണ്, അവിടെ നിർത്തിയാൽ മതി. പക്ഷെ അള്ളാഹു അവിടെ കൃത്യമായി നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് മനോഹരമായ വാക്കാ പ്രയോഗിക്കുന്നത്. അപ്പൊ ഒരു കുടുംബ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ, വിജയം ഉണ്ടാകണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് രണ്ടുപേരും വിചാരിക്കണം, ആണും പെണ്ണും വിചാരിക്കണം. രണ്ടുപേർക്കും ചില
അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിലേ ഫാമിലി ലൈഫിൽ നമുക്ക് വിജയം ഉണ്ടാകും. ഓരോ വചനത്തിലും അതിന്റെ സൂചന നമുക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല വിശുദ്ധ ഖുർആനിൽ ഒരു സംഗതി പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഹുന്ന ലിബാസുൽ ലക്കും എന്ന വാക്കിന് തൊട്ട് ശേഷം വഅൻതും ലിബാസുൽ ലഹുൻ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, നിങ്ങൾ അവളുടെയും വസ്ത്രമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യത കടമയുണ്ട്. ലിബാസുൽ ലഹുന്ന, നിങ്ങൾ പരസ്പരം വസ്ത്രമാണ്, വസ്ത്രം പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇനി മൂന്നാമത്തെ വചനം, എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനോട് ദുആരക്കുന്ന പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. നമ്മൾ ഡെയിലി ദുആരക്കുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? തഫ്സീർ ബഗവി ഉണ്ട്, ഇമാം ബഗവി തങ്ങളുടെ തഫ്സീർ ഉസ്താദുമാർ അത് മുതഅല ചെയ്തിട്ടുണ്ടാകും. മഹാന്റെ കിതാബിൽ കൃത്യമായി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ചില ഹദീസുകൾ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളുടെ ഹദീസാണത്. എന്താണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന വാക്കിന്റെ അർത്ഥം? രണ്ട് കാര്യമാണ്. അൽ ഹസനതു ഫിദ് ദുനിയാ, ദുനിയാവിലെ ഹസനത്ത് എന്ന അത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ല, തഫ്സീർ ബഗവി, മഹാനായ ഇമാം ബഗവി തങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ഇവിടെ പറയാൻ പോകുന്നത് എല്ലാം കിതാബിലുള്ളതാണ്, ഒന്നും സലീം വാഫിന്റെ വകയല്ല. അൽ ഹസനത്തു ഫി ദുനിയ, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നാമത് മഹാൻ പറഞ്ഞു അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു, അതുപോലെ ദീനി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു, കുടുംബത്തെ സഹായിക്കുന്നു, ധാരാളം ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു, ഇതൊക്കെ സൽക്കർമ്മങ്ങളാണ്. അങ്ങനത്തെ ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ, അതാണ് അൽ ഹസനത്തു ഫി ദുനിയയിൽ ഒന്നാമത് പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് തരണേ റബ്ബേ എന്ന വാക്കിന് അർത്ഥം രണ്ടെണ്ണം. ഒന്ന്, ദുനിയാവിൽ ധാരാളം കർമ്മങ്ങള് തൗഫീഖ് നൽകണേ അല്ലാഹ്, കർമ്മങ്ങൾ ചെയ്യാൻ. രണ്ടാമത് പറഞ്ഞത് ഈമാനുള്ള ദീനുള്ള ഒരു ജീവിത പങ്കാളിയിലൂടെ സമാധാനമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് മഹാന്മാർ. 5 വക്തിനും ദുആ ചെയ്യാൻ വേണ്ടി പറയപ്പെട്ട ഈ ആയത്തിന്റെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന് പറഞ്ഞ ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ. ആ വചനത്തിന്റെ ഒരു ആന്തരികമായ അർത്ഥം പോലും ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ, നബി തങ്ങളുടെ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത് അൽ ഹസനത്തു ഫിദ് ദുനിയാ, രണ്ട് കാര്യം, അൽ അമലു സ്വാലിഹ് വൽ മർഅത്തു സ്വാലിഹത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രയും പ്രസിദ്ധമായ ദുആ നമ്മളൊക്കെ ഏത് കൊച്ചുകുട്ടിനോട് മോനെ ഒരു അറബിയിൽ ഒരു ദുആ പറയണമെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. എല്ലാവർക്കും അറിയാം അൽ ഹസനത്തു ഫിദ് ദുനിയാ, ദുനിയാവിലെ ഹസനത്ത് എന്ന രണ്ട് കാര്യത്തിൽ ഒന്ന് അമലു സ്വാലിഹാണ്, രണ്ടാമത്തത് സമാധാനമുള്ള കുടുംബ ജീവിതം കിട്ടണേ അല്ലാഹ്. അതാണ് അതിന്റെ അർത്ഥം. മർഅത്തു സ്വാലിഹ എന്ന വാക്കിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞത് അങ്ങനെയാണ്. മർഅത്തു സ്വാലിഹ, ദീനുള്ള സ്വാലിഹത്തായ ഒരു ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അവളെ കിട്ടണേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടണേ എന്നാണ്. കുടുംബജീവിതം സമാധാനത്തിലാകണേ എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് പണ്ഡിതന്മാര് ആ വാക്കിനെ പോലും വിശദീകരിക്കുന്നത്. അപ്പൊ 3 ആയത്ത് നമ്മൾ പഠിച്ചു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥനയുടെ അർത്ഥം പോലും കുടുംബജീവിതം നന്നാകണേ എന്ന ആശയമാണ് ഹലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. 3 ആയത്തുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. 4ാമത് നമ്മൾ ഹദീസാണ് പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു. ഇമാം തുർമുദി തങ്ങളുടെ ഹദീസാണിത്. നല്ല മൈക്കാണ്, ഒരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. മൈക്കിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഭംഗിയിൽ നമ്മുടെ കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. ആർക്കോ വേണ്ടി എന്തോ ഒരു അല്ലേ ഒരു 2 ബോക്സ് കൊണ്ടുവെക്കുന്നതിന് പകരം വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതിന് കമ്മിറ്റിക്ക് ഖൈർ നൽകട്ടെ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അഭിനന്ദിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. ആമീൻ. ഓക്കെ. അപ്പോ 3 ആയത്ത് പഠിച്ചു. 4ാമത് ഹദീസ് പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു. ഒരു ഹദീസ് പറയുമ്പോൾ അതിന്റെ ചില കോണ്ടക്സ്റ്റുകൾ പറയാറുണ്ട്. അത് ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ കാണുന്നതാണ്.
പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങാൻ അതിനൊരു കോണ്ടെക്സ്റ്റ്, ഒരു സബബുൻ നുസൂൽ, അസ്ബാബുൻ നുസൂൽ എന്നത് ദീനൊരു ഫന്നാണ്. 100 ഫന്ന്, 1000 ഫന്ന്. മഹാനായ ശംസുൽ നമുക്ക് ഒരുപാട് ഫന്നുകളിൽ പരിജ്ഞാനമുണ്ട്. മഹാനവറുകൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ അങ്ങേയറ്റത്തെ പരിജ്ഞാനമുണ്ടായിരുന്നു എന്ന് മഹാന്റെ അടുത്ത് കിതാബോധിയ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു ആയത്തോ ഒരു ഹദീസോ വിശദീകരിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റുകൾ, അതിന്റെ പരിസരം, അതിന്റെ റീസൺ, കാരണം ഏത് സന്ദർഭത്തിലാണ് ഈ ഹദീസ് വന്നത്, അത് മഹാജ്ഞാനിയർക്ക് സാധ്യമാകുന്ന ഒരു സംഗതിയാണ്. ഇത് സാധാരണ മനസ്സിലാവൂല. ചിലതൊക്കെ മാത്രം ഹദീസിന്റെ ഫുട് നോട്ടായിട്ട് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും. ബാക്കിയൊക്കെ ഇൽമിന്റെ അറ്റം കണ്ട മഹാന്മാർ പല ഗ്രന്ഥം മുത്താല ചെയ്ത് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ലദുനിയായിട്ട് അവർക്ക് കിട്ടുന്ന മഅലൂമാത്തുകളാണ്. അപ്പൊ സബബുൻ നുസൂൽ എന്ന് പറഞ്ഞത് ഇൽമിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഖുർആനും ഹദീസുകളും ഒക്കെ അറിഞ്ഞ പണ്ഡിതന്മാർ പറയുന്നതേ നമ്മൾ ഫോളോ ചെയ്യാവൂ എന്ന് വിവരമുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ നേരിട്ട് ഒരു വാക്ക് നമ്മൾ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന്റെ മാലൂമാത്ത് കൃത്യമായി ബോധ്യപ്പെടാൻ സാധ്യമല്ല. അതിന്റെ വിശദീകരണം കിട്ടണമെങ്കിൽ ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പറുദീസ, അതിന്റെ ഒരു അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് ഇതിന്റെ കൃത്യമായ ഒരു സംഗതി നമുക്ക് ബോധ്യമാവുകയുള്ളൂ. എല്ലാത്തിനും നമ്മൾ വിശദീകരണം നോക്കണമെന്നല്ല, നേരിട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതി ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അപ്പൊ അത് ഏത് സന്ദർഭത്തിലാണ് അവതരിച്ചത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് പറഞ്ഞത്, അതും അതിനപ്പുറവും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുനാവറ, അതിന് നേരെ നഖീലായിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ജംഅ് ചെയ്യാം? ആ ഹദീസ് ഏത് സന്ദർഭത്തിൽ വന്നു, ഈ ഹദീസ് എങ്ങനെ വന്നു? ഇത് പരിശുദ്ധ ഇസ്ലാമിലെ ചില വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ എഡിറ്റ് ചെയ്ത വിഷയങ്ങൾ